ഹലോ, എല്ലാവർക്കും ECTOC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കുറച്ച് കുഞ്ഞി രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ DFAയുടെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഉണ്ടാവും. NFA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സോ DFAയുടെ കുറച്ച് കണ്ടിന്യൂവേഷൻസ് നമുക്ക് പഠിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നൊരു സംഭവമാണ് ട്രാൻസിഷൻ ടേബിൾ എന്ന് പറയുന്നത്. സോ വാട്ട് ട്രാൻസിഷൻ ടേബിൾ മീൻസ്? നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഫോർമൽ ഡെഫിനിഷൻ ഫോർമൽ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫോർമൽ ഡെഫിനിഷനിൽ നമ്മൾ എം എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് എന്തിനെ DFAനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത്, ഓട്ടോമേറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വി ഗീതർ Q0, ഫൈനൽ സ്റ്റേറ്റ്, ഡെൽറ്റ, അങ്ങനെ എക്സെട്ര ഒരു 5 സംഭവങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, റൈറ്റ്? ഈ 5എണ്ണത്തിൽ ഒന്നാണ് ഡെൽറ്റ. ഓക്കെ, സോ വാട്ട് ഡെൽറ്റ മീൻസ്? ഡെൽറ്റ എന്താണെന്ന് പറഞ്ഞിരുന്നു അവിടെ ഓൾറെഡി. ട്രാൻസിഷൻ ഫംഗ്ഷൻ. വാട്ട് എ ട്രാൻസിഷൻ ഫംഗ്ഷൻ മീൻസ്? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യം വരും എന്താന്ന് പറഞ്ഞു തരാം. ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോ രണ്ട് സ്റ്റേറ്റ് വരച്ചു, അവിടുന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഒരു ഇൻപുട്ട് വഴി പോകുന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് ഇതിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇൻപുട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിഷൻ പോകുന്നതെന്ന് കാണിക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ആ ഫംഗ്ഷന്റെ ബേസിൽ നമുക്ക് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നാൽ എയ്തർ നമുക്ക് ഇതുപോലെ വരച്ച് കാണിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയും വിത്ത് ട്രാൻസിഷൻ ടേബിൾ എന്ന് പറയും. TT നമ്മൾ ഷോർട്ടാക്കി എഴുതും. ട്രാൻസിഷൻ ടേബിൾ വെച്ച് തന്നെ ചെയ്യാൻ പറയും. സോ അങ്ങനെ ആണെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഓക്കെ സോ ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് എങ്ങനെ ഇത് വരയ്ക്കാം? സോ ആദ്യം നമുക്ക് എന്തായാലും ഇതിന്റെ തന്നിരിക്കുന്ന DFA നമുക്ക് റെപ്രസെന്റേഷൻ ആയിട്ട് തന്നെ വരയ്ക്കാം. സോ നമുക്ക് 0 എൻഡ് ചെയ്യണം. ഓക്കെ, സിഗ്മ തന്നിട്ടുണ്ട്. സിഗ്മ ഞാൻ എഴുതാൻ വിട്ടുപോയതാട്ടോ. സിഗ്മ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ആൽഫബറ്റ്. സോ Q0 1 വന്നാൽ കുഴപ്പമില്ല, കാരണം 0 എൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 ഇവിടെ എത്ര വന്നാലും കുഴപ്പമില്ല. ഇഫ് കംസ് 0 ഹിയർ, ഓക്കെ, ഒരു 0 ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് അടുപ്പിച്ച് 2 0 വേണം. ഓക്കെ, Q2 ഓക്കെ, എന്തായാലും 0 എൻഡ് ചെയ്യണം. ഇവിടെ 1 വന്നാൽ ഓക്കെ, ഇവിടെ 1 വന്നാൽ ഇവിടെ തന്നെ നമുക്ക് 1 കൊടുക്കാൻ പറ്റുമോ? നോ, കാരണം ഇവിടെ വന്നിട്ട് 0 എൻഡ് ചെയ്യുന്നൊരു സംഗതി വന്നാൽ തിരിച്ചിവിടെ എത്തണ്ടേ? 0 മാത്രമേ വരാൻ, 0 വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ നമുക്ക് ഇവിടെ എന്തായാലും 1 വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇതുപോലെ എല്ലാ കേസുകളും നോക്കിയാൽ മതി നമ്മൾ വരയ്ക്കുന്ന സമയത്ത്. ഇവിടെ 1 വരച്ചാൽ 0 എന്ന് വന്നാൽ നമ്മൾ 0 ഇങ്ങോട്ട് പോകും. ഇവിടാണ് 1 വരുന്നതെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഞാൻ 1 വരച്ചു വിചാരിച്ചോ, ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നാ എങ്ങോട്ട് പോകും? പ്രശ്നമല്ലേ, ഒരു ഇഷ്യൂ അല്ലേ? ഓക്കെ, സോ നമുക്ക് 1 വന്നാൽ നേരെ ഇങ്ങോട്ട് പോവാം, കാരണം പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് 0 അടുപ്പിച്ച് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ 1 വന്നാലും സോറി, കാണിക്കാം. 1 വന്നാൽ ഇങ്ങോട്ട്. ഓക്കെ, 1 വന്നാലും ഇങ്ങോട്ട്. ഇനി 0 വന്നാൽ ഇങ്ങോട്ടാണ്, 1 വന്നാൽ ഇങ്ങോട്ടാണ്. ഇവിടെ 1 വന്നാൽ, കാരണം നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 0 തന്നെ അടുപ്പിച്ച് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 0 ഇവിടെ ഇപ്പൊ 0 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 കൂടെ വന്നാലും കുഴപ്പമില്ല, കാരണം 0 പിന്നെ 0 എത്ര എൻഡ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ 0 ഇത് എൻഡ് ചെയ്യുക. എങ്ങനെ വന്നാലും ഒരു 0 ഉണ്ട്. സോ ഇറ്റ്സ് കൺഫേം. ഇതാണ് ഇതിന്റെ നമ്മുടെ ടേബിൾ വരയ്ക്കാൻ വേണ്ട ഡാറ്റ നമുക്ക് ഈ പറഞ്ഞ ഫിഗറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഞാനിതൊന്ന് ചെറുതാക്കട്ടെ. ഇനി നമുക്ക് അതിന്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. സോ ട്രാൻസിഷൻ ടേബിളിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒന്ന് സ്റ്റേറ്റ്സ്, മറ്റൊന്ന് ഇൻപുട്ട്. എന്താണ് ഇങ്ങനെ എഴുതിയത്? കാണിച്ചു തരാം. നമുക്ക് ഇവിടെ വരുന്ന ആകെ രണ്ട് ഇൻപുട്ടുകളാണ്. ഒന്ന് ദാറ്റ് ഈസ് 0 ആൻഡ് അനദർ വൺ ഈസ് 1. നമുക്കിവിടെ വരുന്ന സ്റ്റേറ്റ്സ് Q0, Q1 ആൻഡ് Q2. സോ താഴേക്കുള്ളതെല്ലാം
സ്റ്റേറ്റ്സ് ആണ്, ജോഡികളെല്ലാം ഇൻപുട്സ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ടേബിൾ വരയ്ക്കുന്നത്. ഓക്കെ, ആൻഡ് Q0യിൽ 0 വന്നാൽ Q1, അതിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. Q0യിൽ 0 വന്നാൽ Q1. പിന്നെ അങ്ങനെ നോക്കി ഞാൻ എഴുതുകയാണ് ഡയറക്റ്റ്. Q1 1 ആണെങ്കിൽ Q0. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ, സോ Q1ൽ 1 വന്ന 0 വന്നാൽ Q2, 1 വന്നാൽ Q0 itself. Q2ൽ 0 വന്നാൽ Q2 തന്നെ, 1 വന്നാൽ Q0. അപ്പം ഇങ്ങനെ ലാസ്റ്റ് എല്ലായിടത്തും Q0ലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇനി നമുക്ക് ഈ ഒരു പറഞ്ഞ ഇതില്ല എന്ന് വിചാരിക്കുക കേട്ടോ. ഇതില്ല, നമ്മൾ ഇത് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. സോ ഫ്രം ദ പ്രീവിയസ് നമുക്ക് ഈ ഒരു ടേബിൾ മാത്രം എടുത്തിട്ട് ചെയ്യാം. സോറി ഈ ഒരു ടേബിൾ മാത്രം എടുത്ത് നമുക്ക് ഇത് ചെയ്യാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ് 1100 എന്ന് പറയുന്ന സ്ട്രിങ് ഇതിൽ അക്സെപ്റ്റഡ് ആവുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ നമുക്ക് ഫംഗ്ഷൻ വെച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഇനി ആ ഫംഗ്ഷൻ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡെൽറ്റ ഓഫ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആദ്യം എഴുതും. Q0, നമ്മുടെ സ്ട്രിങ് 1100. ദിസ് ഇസ് ഈക്വൽ ടു ഈ Q0യും ഈ 1ഉം കൂടെ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ആക്കി എഴുതുക. അപ്പൊ എങ്ങനെ വരും? ഡെൽറ്റ ഓഫ് Q0, 1, 100. 1 ഇപ്പുറത്ത് പോയി. ഇതിന്റെ മീനിങ് എന്താണ്? ഡെൽറ്റ ഓഫ് Q0, 1, അത് ഡെൽറ്റ ഓഫ് Q0, 1. ആൻസർ ഇസ് Q0. ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇത് ഈക്വൽ ടു ഇട്ട് എഴുതുക. ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഡെൽറ്റ ഓഫ് Q0, 1 എന്നാൽ Q0 തന്നെ, Q0, 100. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ഡെൽറ്റ ഓഫ് ഈ Q0യും ഈ 1ഉം കൂടെ കണക്ട് ചെയ്യും. ഏതാണ്ട് ഇത് തന്നെയാണ് ആൻസർ വരിക. നമുക്ക് സെപ്പറേറ്റ് ഇത് തന്നെ എഴുതാം. Q0, 1, 00. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, 1 Q0 തന്നെയാണ്, Q0, 00. ഇനി അതിൽ നമുക്ക് 0യും Q0യും 0യും കൂടെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? Q0, 0 ചെയ്താൽ Q1 കിട്ടും. സോ ഡെൽറ്റ ഓഫ് Q0, 0, ആൻസർ ഇസ് ഡെൽറ്റ ഓഫ് Q1, 0. What is delta of Q1, 0 is answer is Q2. So answer എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് Q2 which is the final stage. ഇത് accepted ആണ്. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. സോ accepted ആണ്. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. എന്താ പറയാ, മോസ്റ്റ്ലി 3 അല്ലെങ്കിൽ 7 മാർക്സിനും ചോദിക്കാം. 7ൽ ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്തായാലും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് മിനിമൽ DFA. മിനിമൽ DFA എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ DFA വരയ്ക്കുമ്പോൾ കണ്ടമാന സ്റ്റേറ്റ് ഒക്കെ വെച്ച് വരച്ച് ഇഷ്ടംപോലെ സ്റ്റേറ്റ് ഒക്കെ വെച്ചായിരിക്കും. നമുക്ക് ഈ തന്നിരിക്കുന്ന സാധനം ഏറ്റവും സ്മോൾ സ്റ്റേറ്റിൽ, ലൈക്ക് സ്മോൾ എന്ന് പറയാൻ പറ്റില്ല, ലോ നമ്പർ ഓഫ് സ്റ്റേറ്റിൽ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മിനിമൽ DFAയിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇതുപോലെ മോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡബ്ല്യുവിന്റെ ലെങ്ത് മോഡ് 2 ഈക്വൽ ടു 0. അതെന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഡീകോഡ് ചെയ്ത് തരാം. ഓക്കെ, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് W വിത്ത് മോഡ് 2 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇപ്പൊ നോക്കുകയാണ്. ലെങ്ത് 6 ആണെങ്കിൽ 6 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, റിമൈൻഡർ 0 കിട്ടും. സോ 6 മോഡ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ 0 ആണ്. ഇനിയിപ്പോ 5 ആണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 2 3 അല്ല 2 വരും. സോ 4, 1. ഇവിടെ W മോഡ്, ഇവിടെ W ഈക്വൽ ടു 6 ആണ്. ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തത്. ഇവിടെ W ഈക്വൽ ടു 5 ആണ്. W അല്ല, ലെങ്ത് തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറയണം. ഓക്കെ, W മോഡ് 2, ഇവിടെ ആൻസർ 1. ചോദിച്ചത് എന്താണ്? W മോഡ് 2
ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് രണ്ടിന്റെ മൾട്ടിപ്പിളില് ഡിവൈഡബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റിമൈൻഡർ 0 ആണെങ്കിൽ ഡിവൈഡബിൾ ആവുള്ളൂ. അതിന്റെ ഒരു DFA വരയ്ക്കാനാണ് പറഞ്ഞത്. സോ എങ്ങനെ നമുക്കത് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം എന്നുള്ളത് എനിക്ക് ഇനി കുറച്ച് സ്റ്റെപ്സിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഹൗ ടു ഡ്രോ. അപ്പോൾ ആൽഫബറ്റ്സ് A, B തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ A, B ആണ് സിഗ്മ. അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. അത് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിയാൽ സിഗ്മ ഒക്കെ എഴുതിയാൽ ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടും, ഒന്നും അറിയത്തില്ലല്ലോ. ഓക്കെ, സോ നോട്ട് ഡൗൺ. സോ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? ഏറ്റവും കുഞ്ഞ് സ്റ്റേറ്റിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയാൽ പോരെ. Q0 എഴുതി ഞാൻ. എയോ ബിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. വരുന്നത് എണ്ണം 2 അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആണെന്ന്. A, B, A അല്ലെങ്കിൽ B ഏത് വേണമെങ്കിലും വരാം. അപ്പൊ 1 ആയി. ലെങ്ത് ഇപ്പൊ 1 ആണ്. റൈറ്റ്, ലെങ്ത് ഇപ്പൊ 1 ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരച്ചു. ഇതിലും A or B ഏത് വേണേലും പോവാം. ഇപ്പൊ ലെങ്ത് 2 ആണ്. ഇപ്പൊ എനിക്ക് ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് ചെയ്യാം. എപ്സിലോൺ വന്നാലും ഒന്നും ഇല്ലേലും ഇവിടെ. സോ A, B. അപ്പം ഇവിടെ 1 ഇറ്ററേഷൻ കാണിച്ചു തരാം. A or B ഏതെങ്കിലും ഒരെണ്ണം പോയി. A പോയി, 1. B വന്നു. ഓക്കെ, 2. W = 2. ഓക്കെ, അക്സെപ്റ്റഡ് ആണ്. 3, 4 അക്സെപ്റ്റഡ് ആണ്. 5, 6 അക്സെപ്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ ഇനി ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. മോഡ് 3 എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? മോഡ് 3 എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സെറ്റും കൂടെ വരച്ചിട്ട് ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണ്, നോട്ട് ഓഡ് നമ്പർ അല്ലാട്ടോ ചോദിച്ചേക്കുന്നത്. 3യുടെ മൾട്ടിപ്പിൾ ആണ് അവിടെ വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ച് അങ്ങോട്ട് വരയ്ക്കുക. ഇനി എല്ലാം മോഡ് 2 = 1 ആണെങ്കിൽ ഇതിന് പകരം ഇതായിരിക്കും ഫൈനൽ സ്റ്റേറ്റ്. These types of questions are frequently asked question ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു.